സങ്കീർത്തനം 17:8-9. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ദാവീദ് രാജാവാണ്, കാര്യമൊക്കെ ശരിയാണ്. ആമേൻ. 100% ദാവീദിന് ബോധ്യതയുണ്ട്. ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. കാര്യം, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാർ, എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. കാട്ടിക്കിടന്നവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് അവൻ അനുഭവിച്ച തീവ്രമായ അനുഭവങ്ങൾ തിരുവചനത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വേട്ടപ്പട്ടിയെ പോലെ, ഒരു ചത്ത നായെ പോലെ, ഒരു ചെള്ളിനെ പോലെയൊക്കെ ശൗൽ രാജാവ് അവന്റെ പിന്നാലെ പിന്തുടരുകതിന്റെ കാര്യം എന്താണ്? അഭിഷേകം ഒരുവന്റെ തലമേൽ വീണാൽ അവനെ വേട്ടയാടുന്ന സകലരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് വിടുവിച്ച് രാജ്യത്തിന്റെ തലവനാക്കി ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനെ കൊണ്ടുവന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നിനക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തം എനിക്ക് ലഭിച്ചിട്ടും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രതികൂലമെന്ന് ചോദിക്കുന്ന നിന്നോട് ആത്മാവിൽ വിളിച്ചു പറയുക, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനെ രാജസ്ഥാനത്ത് എത്തിക്കേണ്ടതിന് അവന്റെ മേൽ അഭിഷേകം വീണ നാള് മുതൽ അവനെ അറിയാത്തവർ പോലും അവനെതിരെ പോരുകയും. നാബാലൊക്കെ എന്തായിരുന്നു ദാവീദിനോട് ചെയ്തത്? ഹല്ലേലൂയ. ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ അതിനു വേണ്ടി ചോദിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ആമേനുടെ കർത്താവ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുകൊണ്ടാണ്, എന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാർ, എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവ് നിന്റെ ജീവിതത്തിലുണ്ട്. സർവശക്തന നിഴലിൻ കീഴിൽ നീ പാർത്താൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രൊട്ടക്ഷൻ 91 സങ്കീർത്തനം പഠിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 63:7, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കും. എത്രയെത്ര പ്രതിബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിച്ച ദാവീദ് രാജാവ് പറയുക, ഞാൻ ഘോഷിച്ചാനന്ദിക്കും. എവിടെ? നിന്റെ ചിറകിൻ്റെ നിഴലിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒരു സാധ്യതയും ഇല്ലാത്തവൾ, ഹല്ലേലൂയ. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. അതെ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് ഒരുത്തി ഇറങ്ങി പുറപ്പെടുക. ഒരു സാധ്യതയും ഇല്ലാത്തവൾ. ആമൻ. ആരും ഒന്നും എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടം തൊട്ട് ബത്ലഹേം വരെ ആമൻ പോകുവാനുള്ള യാത്രാ ചെലവ് പോലും അവളുടെ കയ്യിലില്ല. പക്ഷെങ്കിൽ അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാനൊരു ചിറകിൻ്റെ നിഴലിലാണ്. ഇതെവിടെ നിന്ന് അവൾക്ക് കിട്ടി? ഇത് ആരവളോട് പറഞ്ഞു? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അത് പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ ഉള്ളിൽ തന്ന വിശ്വാസം ആമേൻ, അത് കേട്ടതാണ്. കേട്ടത് എവിടുന്ന്? ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന്. ആമേൻ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തിയെ കണ്ടുപഠിച്ചതാണ്. ആരാണിവൾ? നവോമി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബത്ലഹേമിൽ ഒരു ശൂന്യത, ക്ഷാമം വന്നതറിഞ്ഞ് ആമൻ കാശുണ്ടായിരുന്ന നവോമി കുടുംബം എങ്ങോട്ട് പോയി? മൊവാബിലേക്ക് പോയി. ഹല്ലേലൂയ.
ദൈവ വഴി വിട്ട് നിന്റെ ബാങ്ക് ബാലൻസോ നിന്റെ പോക്കറ്റിലെ കാശോ കണ്ടല്ല, ദൈവത്തിൻ്റെ വഴി വിട്ടാൽ, ദൈവിക ആലോചന വിട്ടാൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ സംഭവിച്ചതും ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധിയൊക്കെ നമുക്ക് രൂത്തിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന് സാഹചര്യത്തിലും ആമേൻ അവൾ ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ മുറുകെ പിടിച്ച് നവോമി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവളുടെ ആമേൻ അവളുടെ ഭർത്താവ് മരിച്ചു, 2 ആൺമക്കൾ മരിച്ചു. പ്രാർത്ഥിക്കുന്നവളുടെ ചെവിയിൽ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കേട്ടല്ലോ, വെളിപ്പാട് കാണുന്നത് ആത്മക്കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ ആമേൻ നിന്റെ ദൃഷ്ടിക്ക് മുൻപിൽ ദൈവിക വെളിപ്പാടുകൾ വരും. ചിലർക്ക് എന്താണ്, ചെവിയിൽ വന്ന് പറയും, ചിലരോട് ഹൃദയത്തിൽ ദൈവം സംസാരിക്കും. അത് തന്നെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് നവോമി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈ ശൂന്യമായ അവസ്ഥ ഇനി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞ് ദൈവത്തോട് പരാതിയും ആവലാതിയും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൾ പ്രാർത്ഥനാ മുറിയിൽ ശക്തിപ്പെട്ടു. ആമേൻ അവളുടെ ആമേൻ അന്തരാത്മാവിൽ, അല്ലെങ്കിൽ അവളുടെ ചെവിയിൽ, അല്ലെങ്കിൽ അവളുടെ സ്ക്രീനിൽ, അല്ലെങ്കിൽ അവളുടെ മുൻപിൽ എഴുതി കാണിച്ചു, ബേത്ലഹേമിൽ എൻ്റെ സന്ദർശനം. ആമേൻ, ഞാൻ ബേത്ലഹേമിനെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളോ വാർത്താ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് ദൈവത്തിന്റെ ദൂതൻ നവോമിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോളാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന